നമുക്ക് പഠിക്കാനുള്ളത് 8257 ഡി എം എ കൺട്രോളറാണ് ഫോർത്ത് മൊഡ്യൂളിലെ. ഡി എം എ എന്താന്നുള്ള കാര്യം നിങ്ങൾ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഉം. നമുക്ക് ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ വെച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്താന്ന് നോക്കാം. ഓക്കെ, നോർമലി ഈ 3 യൂണിറ്റുകളാണുള്ളത്. സി പി യു ഉണ്ട്, മെമ്മറി ഉണ്ട്, പെരിഫറൽസ് ഉണ്ട്. ഇതിൽ സി പി യുവിന് ഒരു ഒരു പെരിഫറൽ ഡിവൈസിന് ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സപ്പോസ് ഫസ്റ്റ് ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്തിനെ ഇൻഫോം ചെയ്യണം? സി പി യുവിനെ ഇൻഫോം ചെയ്യണം. അത് ഏത് അഡ്രസ്സാണ് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? അഡ്രസ് ബസ്സിൽ പ്ലേസ് ചെയ്യണം. ദെൻ ഡാറ്റ ബസ് വഴി നമ്മൾ എന്ത് ചെയ്യണം? ആ കണ്ടന്റ് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സിഗ്നൽസ് എല്ലാം ജനറേറ്റ് ചെയ്യേണ്ട ആരാണ്? സി പി യു ആണ്. അങ്ങനെ ഒരു ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബൈറ്റിനും ഇതേ സ്റ്റെപ്സ് തന്നെ എന്ത് ചെയ്യണം? സി പി യു ഫോളോ ചെയ്യണം. ഇപ്പോൾ ഒരു ബൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ബൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന അത്രയും നേരം സി പി യു എന്തിനകത്ത് മാത്രം ഇൻവോൾവ് ആയിരിക്കും? ഈ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനകത്ത് മാത്രം ഇൻവോൾവ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡി എം എ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താ ഡി എം എ കൺട്രോളർ ചെയ്യുന്നത്? അങ്ങനെ ബൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ട സമയത്ത് പെരിഫറൽ ഡിവൈസസ് എന്തിനു ഇൻഫോം ചെയ്യും? ഡി എം എ കൺട്രോളറിന് റിക്വസ്റ്റ് അയക്കും. ഓക്കെ, ഒരു ഡി എം എ റിക്വസ്റ്റ് അയക്കും. ഡി എം എ കൺട്രോളർ എന്ത് ചെയ്യും? അത് സി പി യുവിനെ ഇൻഫോം ചെയ്യും. ഓക്കെ, അതായത് ബസ് കൺട്രോളർ വേണം എന്നുള്ള റിക്വസ്റ്റ് എന്ത് ചെയ്യും? സി പി യുവിന് കൊടുക്കും. സി പി യു കറന്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന് ബസിന്റെ യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം കഴിയുമ്പോൾ സി പി യു എന്ത് ചെയ്യും? തിരിച്ച് ഡി എം എ കൺട്രോളറിനെ ഇൻഫോം ചെയ്യും. ഓക്കെ, ബസ് യൂസ് ചെയ്തോളൂ എന്നുള്ള ബസ് ഗ്രാൻഡ് ചെയ്തിട്ടുള്ള ആ സിഗ്നൽ ഡി എം എ കൺട്രോളറിന് കൊടുക്കും. ഡി എം എ കൺട്രോളർ എന്ത് ചെയ്യും? ആ അക്നോളജ്മെന്റ് ആർക്ക് കൊടുക്കും? പെരിഫറൽ ഡിവൈസിന് കൊടുക്കും. ഇനി ഉള്ള ഡാറ്റ ട്രാൻസ്ഫർ പെർഫോം ചെയ്യുന്നതിന് ആരും ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, സി പി ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഡി എം എ കൺട്രോളർ ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ്? പെരിഫറൽ ഡിവൈസ് യൂസ് ചെയ്യാൻ ഡി എം എ റിക്വസ്റ്റ് ഉണ്ട്. സി പി യു ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഹോൾഡ് അക്നോളജ്മെന്റും. ഇവിടെ ഡി എം എ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് അക്നോളജ്മെന്റ് ഡി എം എ അക്നോളജ്മെന്റ് സിഗ്നൽ. ഓക്കെ, അപ്പോൾ കണക്ഷൻസ് ഇങ്ങനെയായിരുന്നു. സി പി യു ആക്ച്വലി പെരിഫറൽ ഡിവൈസസും മെമ്മറിയുമായിട്ടാണ് ഈ മൂന്ന് ലൈൻ എന്ന് പറഞ്ഞാൽ ബസ്സസ് ആണ്. ഡാറ്റ ബസ്, അഡ്രസ് ബസ്, കൺട്രോൾ ബസ്, ഇത് മൂന്നുമായിട്ടാണ് കണക്ഷൻ. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സി പി യു ആണ്. ഓക്കെ, സി പി യു ലൈൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ബസ് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുതൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഡി എം എ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പഠിക്കാനുള്ളത് 8086 കണക്ട് ചെയ്യുന്ന ഡി എം എ കൺട്രോൾ എന്ന് പറയുന്നത് 8257 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഈ ഉള്ളത്. നോക്കിയത് മതി നോട്ട്സിൽ. ഇനി പഠിക്കാനുള്ളത് 8257 ആർക്കിടെക്ചർ. ഓക്കെ, എസ് എ പാർട്ടിൽ ചോദിക്കാറുണ്ട്. ദെൻ പാർട്ട് എയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരു 8257 മോഡുകൾ, അതിനെപ്പറ്റിയും എക്സാമിന് കൂടുതൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. 8257 has 4 channels which can be used over 4 IO devices. 4 IO ഡിവൈസസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി 4 ചാനൽസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. 8257 അവൈലബിൾ ആണ്. ഈച്ച് ചാനൽ ഹാസ് 16-bit ഡി എം എ അഡ്രസ് ആൻഡ് 16-bit ടെർമിനൽ കൗണ്ട് രജിസ്റ്റർ. ഓരോ ചാനലിനകത്തും ഒരു ഡി എം എ അഡ്രസ്സും ഉണ്ട്, ഡി എം എ ടെർമിനൽ കൗണ്ട് രജിസ്റ്ററും ഉണ്ട്. എന്താണ് ഡി എം എ അഡ്രസ്സും ടെർമിനൽ കൗണ്ട് രജിസ്റ്റർ എന്ന് പറയാം? നമുക്കൊരു ബൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം. സപ്പോസ് 1000 എന്ന് പറഞ്ഞ അഡ്രസ്സ് മുതൽ ഒരു 100 ബൈറ്റ് ആണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ് 1000 അല്ലേ, അത് ഡി എം എ അഡ്രസ്സിൽ വെക്കുക. അപ്പൊ സ്റ്റാർട്ടിംഗ് അഡ്രസ് എത്ര ആണോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, സ്റ്റാർട്ടിംഗ് അഡ്രസ് ഡി എം എ അഡ്രസ്സിൽ പ്ലേസ് ചെയ്യാം. എത്ര ബൈറ്റ് ഡേറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? 100. അപ്പൊ 100 എന്ന് പറഞ്ഞ കൗണ്ട് എന്തിനും സെറ്റ് ചെയ്യാം? ടെർമിനൽ കൗണ്ട് രജിസ്റ്ററിനകത്ത് സെറ്റ് ചെയ്യാം. അപ്പൊ ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഓരോ ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും ടെർമിനൽ കൗണ്ട് രജിസ്റ്റർ എന്ത് ചെയ്യും? 1 വെച്ച് ഡിക്രിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ 100 എന്ന് പറഞ്ഞാൽ 99 ആയി, 98 ആയി, അങ്ങനെ കുറഞ്ഞു വന്ന് ടെർമിനൽ കൗണ്ട് 0 ആകുമ്പോൾ മനസ്സിലാവും നമ്മൾ എന്ത് ചെയ്തു? ഡാറ്റ ട്രാൻസ്ഫർ മൊത്തം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം. അപ്പൊ ടെർമിനൽ കൗണ്ട് 0 ആയി കഴിയുമ്പോൾ നമ്മൾ ആ ഡി എം എ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് മീനിങ്. ഓക്കെ, അപ്പം ഓരോ ചാനലും 4 ചാനൽസ് ഉണ്ടെന്ന് പറഞ്ഞു.
ഓരോ ചാനലിലും ഒരു DMA അഡ്രസ് രജിസ്റ്ററും ഉണ്ട്, ഒരു ടെർമിനൽ കൗണ്ട് രജിസ്റ്ററും ഉണ്ട്. ഓക്കെ, ഈച്ച് ചാനൽ ക്യാൻ ട്രാൻസ്ഫർ ഡാറ്റ അപ് ടു 64 KB. Okay, each channel can be programmed independently. Each channel can perform read transfer, write transfer, and verify transfer operations. നമുക്ക് DMA വെച്ച് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം, റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. ഈ ചെയ്ത ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെരിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, it generates a mark signal to peripheral device that 128 bytes have been transferred. ഇതിനകത്തൊരു സ്പെഷ്യൽ സിഗ്നൽ ആണ് മാർക്ക് എന്ന് പറഞ്ഞ സിഗ്നൽ ഉണ്ട്. മാർക്ക് സിഗ്നൽ ചെയ്യുന്ന ഇതാണ്. 128 ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്ക് സിഗ്നൽ ഓണോ സെറ്റോ. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് സിഗ്നൽ വരുന്ന സമയത്ത് മനസ്സിലാവും ഇപ്പൊ എത്ര ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. 128 ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു വെരിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ 2 മോഡ്സ്, മാസ്റ്റർ മോഡ് ആൻഡ് സ്ലേവ് മോഡ്. അപ്പൊ DMA കൺട്രോളിന് 2 മോഡിൽ വർക്ക് ചെയ്യാറുണ്ട്. മാസ്റ്റർ മോഡിലും ഉണ്ട്, സ്ലേവ് മോഡിലും വർക്ക് ചെയ്യും. In master mode, DMA controller is either serving a DMA slaves request for DMA cycle, generating refresh cycle, etc. മാസ്റ്റർ മോഡിലാണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ അത് DMA സ്ലേവിന്റെ റിക്വസ്റ്റുകൾ സെർവ് ചെയ്യായിരിക്കും. എന്തൊക്കെയായിരിക്കും? DMA സൈക്കിൾസ് അല്ലെങ്കിൽ ജനറേറ്റിംഗ് റിഫ്രഷിംഗ് സൈക്കിൾ, ഇതിനൊക്കെയുള്ള കണ്ടന്റുകൾ ചെയ്യുകയായിരിക്കും എന്ത് ചെയ്യുന്നത്? മാസ്റ്റർ മോഡിൽ ചെയ്യുന്നത്. ബട്ട് ഇൻ സ്ലേവ് മോഡ്, DMA monitors the bus and decode and respond to IO read write commands that address its status. അതായത് സ്ലേവ് മോഡിൽ എന്താ ചെയ്യുന്നത്? അത് ബസ്സിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എന്നിട്ട് അതിൽ വരുന്ന സിഗ്നൽസ് ഡീകോഡ് ചെയ്തിട്ട് IO ഓപ്പറേഷൻ ആണോ, IO റീഡ് ആണോ, IO റൈറ്റ് ആണോ നോക്കും. അതിന് വേണ്ടിയിട്ടുള്ള അഡ്രസ്സുകൾ എന്ത് ചെയ്യും? അതിന് വേണ്ട സിഗ്നൽസും കാര്യങ്ങളും എല്ലാം ജനറേറ്റ് ചെയ്യും. ഇതാണ് സ്ലേവ് മോഡിൽ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് അതിന്റെ ഫീച്ചേഴ്സ്. പാർട്ട് എയിൽ 3 മാർക്സിന് ചോദിക്കാറുള്ളതാണ്. ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിന്റെ ആർക്കിടെക്ചർ ആണ്. ആർക്കിടെക്ചർ പഠിക്കാൻ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നോക്കാം. ഓക്കെ, 85 4 ചാനൽസ് ആണെന്ന് പറഞ്ഞു. ചാനൽ 0, ചാനൽ 1, ചാനൽ 2, ചാനൽ 3. ഓക്കെ, ഓരോ ചാനലിനകത്തും 2 രജിസ്റ്റർ വെച്ചുണ്ട്. DMA അഡ്രസ് രജിസ്റ്ററും ഉണ്ട്, ടെർമിനൽ കൗണ്ട് രജിസ്റ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ചാനലിനകത്തും എന്ത് കാണും? ഈ അഡ്രസ് രജിസ്റ്ററും കൗണ്ട് രജിസ്റ്ററും കാണും. എത്ര ബിറ്റ് ആണ്? 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ് 2. ഓക്കെ, ഓരോ ചാനലിലും വരുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ്? DMA റിക്വസ്റ്റ് സിഗ്നലും ഉണ്ട്, DMA അക്നോളജ്മെന്റ് സിഗ്നലും ഉണ്ട്. ഇപ്പൊ ചാനൽ 3 ആണെങ്കിൽ DMA റിക്വസ്റ്റ് സിഗ്നൽ 3, DMA അക്നോളജ്മെന്റ് സിഗ്നൽ 3. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഈ 4 ചാനൽസ് കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു കമ്പോണന്റ് പ്രയോറിറ്റി റിസോൾവർ ആണ്. പ്രയോറിറ്റി റിസോൾവർ എന്താ ചെയ്യുന്നത്? ഈ 4 ചാനൽസിൽ ഏതെങ്കിലും മോർ ദാൻ 1 ചാനലിന് ഒരു റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. ഓക്കെ, അത് ഒരു ചാനൽ മാത്രമേ ഇപ്പോൾ എൻഗേജ് ചെയ്യുന്നുള്ളെങ്കിൽ കുഴപ്പമില്ല. മോർ ദാൻ 1 ചാനലിൽ അറ്റ് എ ടൈം എൻഗേജ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏതിനാണ് പ്രയോറിറ്റി കൂടുതലെന്ന് നോക്കിയിട്ട് അതിന് വേണം എന്ത് ചെയ്യാൻ? ആദ്യം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ, ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഏതിനാണ് പ്രയോറിറ്റി എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് എന്ത് പ്രയോറിറ്റി റിസോൾവർ യൂസ് ചെയ്യുന്നത്. പ്രയോറിറ്റി സെറ്റ് ചെയ്യാനൊക്കെ കുറച്ച് മെത്തേഡ്സുകളുണ്ട്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ കറലി ഇത്ര മാത്രം മനസ്സിലാക്കുക. ചാനൽസിൽ ഏതിനാണ് പ്രയോറിറ്റി എന്ന് തീരുമാനിക്കുന്ന ആരാണ്? പ്രയോറിറ്റി റിസോൾവർ ആണ്. മോർ ദാൻ 1 ചാനൽസ് അറ്റ് എ ടൈം എൻഗേജ് ചെയ്യാൻ നോക്കുമ്പോൾ ആരായിരിക്കും തീരുമാനിക്കുന്നത്? പ്രയോറിറ്റി റിസോൾവർ ആണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ കറണ്ടില് ഏത് ചാനലാണ് റൺ ചെയ്യേണ്ടത്, ഓർ കറണ്ടിൽ ഏത് ചാനലാണ് വർക്ക് ചെയ്യേണ്ടത് തീരുമാനിക്കുന്ന ആരാണ്? പ്രയോറിറ്റി റിസോൾവർ ആണ്. ഓക്കെ, ഇനി അടുത്ത കമ്പോണന്റ് ഡാറ്റ ബസ് ബഫർ ആണ്. ബേസിലെ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ ബസ് ബഫർ യൂസ് ചെയ്യുന്നത്. ഇനി റീഡ് റൈറ്റ് ലോജിക്കും ഉണ്ട്, കൺട്രോൾ ലോജിക് ആൻഡ് മോഡ് സെറ്റ് രജിസ്റ്ററും ഉണ്ട്. ഓക്കെ, ഇനി റീഡ് റൈറ്റ് ലോജിക്ക് എന്താ ചെയ്യുന്നത്? IO റീഡ്, IO റൈറ്റ് ഇതിനൊക്കെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്തേക്കായിരിക്കും. ആ പിൻസ് ഇതുമായിട്ടായിരിക്കും റീഡ് റൈറ്റ് ലോജിക്കായിരിക്കും കണക്ഷൻ. then ക്ലോക്ക് ഉണ്ട്, റീസെറ്റും ഉണ്ട്. ഓക്കെ, ഇനി സ്ലേവ് മോഡിൽ A0, A1, A2, A3 ഇതിനൊക്കെയുള്ള പിൻസ് എല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്റേണൽ രജിസ്റ്റേഴ്സ് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ മാസ്റ്റർ മോഡ് ആകുമ്പോൾ A0 മുതൽ A7 വരെയുള്ള പിൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഏത് അഡ്രസ്സാണ് നമ്മളിപ്പം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കണ്ടന്റ് സ്പെസിഫൈ ചെയ്യുന്നത് A0 മുതൽ A7 വരെയുള്ള പിൻസ് ഉപയോഗിച്ചിട്ടാണ്.
ഓക്കെ, ഇവിടെ ചിപ്പ് സെലക്ട് സിഗ്നൽ ഉണ്ട്. ഇനി കൺട്രോൾ ലോജിക്കിൽ ബാക്കി നോക്കുകയാണെങ്കിൽ റെഡി സിഗ്നൽ ഉണ്ട്. റെഡി സിഗ്നൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചില ഡിവൈസസ് ഉണ്ട്, സ്ലോവർ ഡിവൈസസ് ഉണ്ട്. സ്ലോവർ പെരിഫറൽ ഡിവൈസസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡി എം എ കൺട്രോളർ വർക്ക് ചെയ്യുന്ന അതേ സ്പീഡിൽ ആ ഡി എം എ ഒരു ഡേറ്റ ട്രാൻസ്ഫർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. സ്ലോവർ ഡിവൈസസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡി എം എ കൺട്രോളർ വർക്ക് ചെയ്യുന്ന അത്രയും തന്നെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡേറ്റ ട്രാൻസ്ഫർ പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു നോർമൽ ഡി എം എ സൈക്കിൾ പെർഫോം ചെയ്തിട്ട് അടുത്ത സൈക്കിളിലേക്ക് പോയാലുള്ള കുഴപ്പം എന്താണ്? ആ ഫസ്റ്റ് സൈക്കിളിൽ പെർഫോം ചെയ്യുന്ന ഡേറ്റ ട്രാൻസ്ഫർ അങ്ങ് കംപ്ലീറ്റ് ആയി കഴിയത്തില്ല. ഓക്കെ, ഈ ടൈമിലാണ് നമ്മൾ റെഡി സിഗ്നൽ യൂസ് ചെയ്യുന്നത്. റെഡി സിഗ്നൽ ഓൺ ആണെങ്കിൽ മീനിങ് ഇതാണ്, സ്ലോവർ ഡിവൈസ് ഏതാണോ അത് എന്ത് ചെയ്തിട്ടില്ല, ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആരെ ഇൻഫോം ചെയ്യുന്നു? നമ്മളുടെ ഡി എം എ കൺട്രോളിനെ ഇൻഫോം ചെയ്യാനുള്ള സിഗ്നലാണ് റെഡി സിഗ്നൽ. ഓക്കെ, അപ്പോൾ അത്രയും ടൈം നമുക്ക് കുറച്ച് എക്സ്ട്രാ ടൈം വേണമെങ്കിൽ അത്രയും ടൈം എന്ത് ചെയ്യണം, ഡി എം എ സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനുള്ള ഓപ്പറേഷൻസ് അതിനുള്ള സീക്വൻസ് പെർഫോം ചെയ്യണം എപ്പോൾ, റെഡി സിഗ്നൽ ഓൺ ആണെങ്കിൽ. ഓക്കെ, സ്ലോവർ പെരിഫറൽ ഡിവൈസസ് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളത്, ഈ റെഡി സിഗ്നലിന്റെ യൂസ് ഉള്ളത്. ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുന്നിടം വരെ റെഡി സിഗ്നൽ എന്തായിരിക്കും, ഓൺ ആയിരിക്കും. ഓക്കെ, ദെൻ ഹോൾഡ് റിക്വസ്റ്റ് ഉണ്ട്, ഹോൾഡ് അക്നോളജ്മെന്റ് ഉണ്ട്. എന്താന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഇവിടെ IO റീഡ് റൈറ്റ് ചെയ്ത പോലെ ഇവിടെ മെമ്മറി റീഡ് ഉണ്ട്, മെമ്മറി റൈറ്റ് ഉണ്ട്. ഓക്കെ, അഡ്രസ് എനേബിൾ ചെയ്യുന്ന സിഗ്നൽ ഉണ്ട്. ദെൻ നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സിഗ്നലും ഉണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഇനി മാർക്കും ടെർമിനൽ കൗണ്ടും. മാർക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു, 128 ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പെരിഫറൽ ഡിവൈസിനെ ഇൻഫോം ചെയ്യുന്ന സിഗ്നലാണിത്, മാർക്ക് സിഗ്നൽ. സോ 128 ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിഗ്നൽ എന്താവും, സെറ്റ് ചെയ്യും ഓർ ഓൺ ആവും. അതുപോലെ ടെർമിനൽ കൗണ്ട് 0 ആവുന്ന സമയത്ത്, ടെർമിനൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര ബൈറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം നമ്മൾ ആദ്യമേ വെക്കുന്ന കൗണ്ടറാണ്. ആ കൗണ്ടർ ഓരോന്നും ഡിക്രിമെന്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഡിക്രിമെന്റ് ആയി 0 ആകുമ്പോൾ ടെർമിനൽ കൗണ്ടിന്റെ സിഗ്നൽ എന്താവും, ഓൺ ആവും. ഓക്കെ, ഇത്രയുമാണ് കമ്പോണൻസ്. ഇനി തമ്മിലുള്ള കണക്ഷൻസ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 4 ചാനൽ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഈ 4 ചാനലിൽ നിന്നും ഓരോ കണക്ഷൻ ഇതിനകത്തേക്ക് വരണം, പ്രയോറിറ്റി റിസോൾവറിലേക്ക് വരണം. എന്താ, ഓരോ ചാനലിൽ നിന്നും ഓരോ കണക്ഷൻ ഇതിനകത്തേക്ക് വരിക, പ്രയോറിറ്റി റിസോൾവറിൽ വരിക. എന്നിട്ട് പ്രയോറിറ്റി റിസോൾവറിൽ നിന്നാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്, കൺട്രോൾ ലോജിക് ആൻഡ് മോഡ് സെറ്റ് രജിസ്റ്ററിലേക്ക് പോകുന്നത്. ഓക്കെ, ഇനി കൺട്രോൾ ലോജിക് ആൻഡ് മോഡ് സെറ്റ് രജിസ്റ്ററിൽ നിന്ന് എല്ലാ ചാനലിലേക്കും ഓരോ കണക്ഷൻ വേണം. ഓക്കെ, ഇനി റീഡ് റൈറ്റ് ലോജിക്കിൽ നിന്ന് എല്ലാ ചാനലിലേക്കും എന്ത് ചെയ്യണം, ഒരു കണക്ഷൻ വേണം. അതിൽ നിന്ന് പ്രയോറിറ്റി റിസോൾവറിലേക്കും ഒരു കണക്ഷൻ കൊടുക്കും. ഇനിയുള്ളത് ഇനി ഇന്റേണൽ ബസ്സുമായിട്ടാണ് കണക്ഷൻ. ഇന്റേണൽ ബസ്സുമായിട്ട് എല്ലാ യൂണിറ്റിനും ബൈ ഡയറക്ഷണൽ കണക്ഷൻ ആണുള്ളത്. ഇത്രയുമാണ് ഇതിന്റെ കണക്ഷൻസ്. ആർക്കിടെക്ചർ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനിയുള്ളത് എൻ്റെ പിൻ ഡയഗ്രാം ആയിരിക്കും. പിൻ ഡയഗ്രാം ആക്ച്വലി നിങ്ങൾക്ക് പിൻ ഡയഗ്രാമായിട്ട് സ്കിപ്പ് ചെയ്യാം, കാരണം ബാക്കി ഈ മൊഡ്യൂളിലെ എല്ലാ ആർക്കിടെക്ചറും പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻ ഡയഗ്രാംസ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി രജിസ്റ്റർ ഓർഗനൈസേഷൻ ആണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സിനെ പറ്റിയാണ്. ഈച്ച് ഓഫ് ദ 4 ചാനൽ ഹാസ് എ പെയർ ഓഫ് 2 16-bit രജിസ്റ്റേഴ്സ്, DMA അഡ്രസ് രജിസ്റ്റർ ആൻഡ് ടെർമിനൽ കൗണ്ട് രജിസ്റ്റർ. നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ ചാനലിനകത്തും എന്തുണ്ട്, DMA അഡ്രസ് രജിസ്റ്ററും ഉണ്ട്, ടെർമിനൽ കൗണ്ട് രജിസ്റ്ററും ഉണ്ട്. ഓക്കെ, then there are 2 common registers for all channels, namely mode set register and status register. ഓരോ ചാനലിനും DMA അഡ്രസ് രജിസ്റ്ററും ഉണ്ട്, കൗണ്ട് രജിസ്റ്ററും ഉണ്ടെന്ന് പറഞ്ഞു. അത് കൂടാതെ കോമൺ ആയിട്ട് എന്തുണ്ട്, ഒരു മോഡ് സെറ്റ് രജിസ്റ്ററും ഉണ്ട്, സ്റ്റാറ്റസ് രജിസ്റ്ററും ഉണ്ട്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 10 രജിസ്റ്റർ ആണ് നമുക്കുള്ളത്. ഓക്കെ, 4 ചാനലിലായിട്ട് 2 രജിസ്റ്റേഴ്സ്, DMA അഡ്രസ് രജിസ്റ്ററും ടെർമിനൽ കൗണ്ട് രജിസ്റ്ററും, അങ്ങനെ 8 രജിസ്റ്ററും. കോമൺ ആയിട്ട് മോഡ് സെറ്റ് രജിസ്റ്ററും സ്റ്റാറ്റസ് രജിസ്റ്ററും. അങ്ങനെ 10 രജിസ്റ്റേഴ്സ്. അതായത് DMA അഡ്രസ് രജിസ്റ്റർ എന്താ ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് അഡ്രസ് പ്ലേസ് ചെയ്യാനാണ്. നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DMA അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ടെർമിനൽ കൗണ്ട് രജിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ എത്ര ബൈറ്റ് ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ള കൗണ്ടാണ് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്യുന്നത്, ടെർമിനൽ കൗണ്ട് രജിസ്റ്റർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലോവർ ഓർഡർ 14 bits of terminal count registers are initialized with the binary equivalent of the number of required DMA cycles -1.
നമ്മൾ ചെയ്യുന്നത് 16 ബിറ്റ് രജിസ്റ്റർ ആണെങ്കിലും 14 ബിറ്റ് കണ്ടന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ കൗണ്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ബാക്കി റിമെയിൻ ചെയ്യുന്ന 2 ബിറ്റ് എന്ന് പറയുന്നത് ഈ ഏത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത് അറിയാനാണ്. 15 0 ആണെങ്കിൽ ഡി എം എ സൈക്കിൾ വെരിഫൈ ചെയ്യാനുള്ളതാണ്. 01 ആണെങ്കിൽ റൈറ്റ് ഡി എം എ സൈക്കിൾ ആണ്. 10 ആണെങ്കിൽ റീഡ് ഡി എം എ സൈക്കിൾ. 11 ആണെങ്കിൽ ഇൻവാലിഡ്. ഓക്കെ. ഇതാണ് ഡി എം എ അഡ്രസ് രജിസ്റ്റർ ടെർമിനൽ കൗണ്ടിനെ പറ്റി. ഇനി രജിസ്റ്റർ സെലക്ഷൻ യൂസിങ് A0 to A3 ആണ്. ഓക്കെ. നമുക്ക് A0 മുതൽ A3 ഉള്ള കണ്ടന്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതൊക്കെ രജിസ്റ്റർ ആണ് സെലക്ട് ചെയ്തത് നോക്കാം. അതിലെല്ലാം 0 ആണെങ്കിൽ ഡി എം എ അഡ്രസ് രജിസ്റ്റർ ഓഫ് ചാനൽ 0. ഓക്കെ. ഇത് 1 ആണെങ്കിൽ എന്താണ് കൗണ്ട് രജിസ്റ്റർ. അപ്പൊ ഇത്ര ഓർത്താൽ മതി. 0 ആണ് A0യുടെ വാല്യൂ 0 ആണെങ്കിൽ ഡി എം എ അഡ്രസ് രജിസ്റ്ററും 0യുടെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ് കൗണ്ട് രജിസ്റ്ററും ആണ്. ഓക്കെ. ഇനി ഈ 3 വാല്യൂസ് ആണ് തീരുമാനിക്കുന്നത് ഏത് ചാനലാണ്. ഇതിന്റെ വാല്യൂ എത്രയാണ് 0, ചാനൽ 0. അപ്പൊ ഇതാണെങ്കിൽ എന്തായിരിക്കും ചാനൽ 1 ആണ്. ചാനൽ 1ന്റെ ഡി എം എ അഡ്രസ് രജിസ്റ്റർ. ഇത് ചാനൽ 1ന്റെ കൗണ്ട് രജിസ്റ്റർ. ഓക്കെ. അങ്ങനെയാണല്ല. ഇത് നോക്കുകയാണെങ്കിൽ ചാനൽ 3 ആണ്. ചാനൽ 3യുടെ ഡി എം എ അഡ്രസ് രജിസ്റ്റർ. ഇത് ചാനൽ 3യുടെ ഡി എം എ കൗണ്ട് രജിസ്റ്റർ. ഓക്കെ. ഇനി ലാസ്റ്റ് 2 എക്സെപ്ഷൻസ് ഉണ്ട്. മോഡ് സെറ്റ് രജിസ്റ്റർ റൈറ്റ് ചെയ്യാനുള്ള ഇതാണ് 1 ദെൻ 000 എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് രജിസ്റ്റർ റീഡ് ചെയ്യാനുള്ള കോഡാണ് 100. ഓക്കെ. റൈറ്റും റീഡും ആണ്. ഓക്കെ. ഇത് രണ്ടും നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ മോഡ് സെറ്റ് രജിസ്റ്റർ റൈറ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സ്റ്റാറ്റസ് രജിസ്റ്റർ റീഡ് ചെയ്യാനായിരിക്കും. ഓക്കെ. ഇതും കൂടെ മനസ്സിലാക്കി വെക്കുക നമ്മുടെ രജിസ്റ്റർ ഓർഗനൈസേഷനകത്ത്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോഡ് സെറ്റ് രജിസ്റ്ററും നെ പറ്റിയാണ്. മോഡ് സെറ്റ് രജിസ്റ്റർ ഉണ്ട്, നമുക്ക് സ്റ്റാറ്റസ് രജിസ്റ്റർ ഉണ്ട്, അതിനെ പറ്റിയാണ്. ഓക്കെ. ഇനി മോഡ് സെറ്റ് രജിസ്റ്റർ നോക്കിയേ. മോഡ് സെറ്റ് രജിസ്റ്റർ യൂസ്ഡ് ഫോർ പ്രോഗ്രാമിംഗ് ദി 8257 as per the requirement of the system. The function of the mode set register is to enable DMA channel individually and also to set the various mode of operation. ഇപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മുടെ മോഡ് സെറ്റ് രജിസ്റ്റർ B0 മുതൽ B7 വരെ. ഓക്കെ. അതിൽ B0, 1, 2, 3 എന്ന് പറയുന്നത് enable DMA channel 0, DMA channel 1, DMA channel 2, DMA channel 3. ഓക്കെ. അടുത്ത നാലെണ്ണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഓട്ടോലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് B7. അപ്പൊ B7 എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. അതില് എക്സ്പ്ലനേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പറഞ്ഞുതരാം. ഓട്ടോലോഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചാനൽ 2മായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഓട്ടോലോഡ് ഓപ്ഷൻ. ഓക്കെ. ഒരു സെക്കൻഡ്. ഓട്ടോലോഡ് ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഫിഗർ വെച്ച് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ചാനൽ 2ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ്. അത് ചാനൽ 2ൽ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞു, ഒരു DMA ട്രാൻസ്ഫർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചാനൽ 3ലെ കണ്ടന്റ് എടുത്ത് എന്ത് ചെയ്യും, ചാനൽ 2ലേക്ക് പ്ലേസ് ചെയ്തിട്ട് ബാക്കി വീണ്ടും വർക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ എന്താ ബെനിഫിറ്റ് എന്ന് ആലോചിച്ച് നോക്കുക. അതായത് ചാനൽ 2 ഒരു DMA ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. DMA ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ചാനൽ 3ലെ DMA അഡ്രസ്സും DMAയുടെ ടെർമിനൽ കൗണ്ട് വാല്യൂം അങ്ങനെ ഓടിയും ചാനൽ 2ലേക്ക്. എന്നിട്ട് ചാനൽ 2 എന്ത് ചെയ്യും, ഡേറ്റ ട്രാൻസ്ഫർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഗുണം എന്ന് പറയുന്നത് ചാനൽ 2 അങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചാനൽ 3ലേക്ക് അടുത്ത അഡ്രസ്സും ടെർമിനൽ കൗണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഡാറ്റ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ചാനൽ 3ലെ കണ്ടന്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, വീണ്ടും ചാനൽ 2 വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ നമുക്കൊരു ഡിലേ ഇല്ലാതെ റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പൊ അതിനാണ് ഈ ഓട്ടോലോഡ് ഓപ്ഷൻ ഉള്ളത്. ബട്ട് ഈ ഓട്ടോലോഡ് ഓപ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ, ഈ B7 വർക്ക് ചെയ്യണമെങ്കിൽ, നമുക്ക് ഇനി എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിലും ഞാൻ പറയാം. B7 ഓപ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റസ് രജിസ്റ്ററിനകത്ത് ഈ B4 എനേബിൾ ആയിരിക്കണം. B4 എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ഫ്ലാഗ് എനേബിൾ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, ഈ ഓട്ടോലോഡ് ഓപ്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഇനി ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എനേബിൾ TC സ്റ്റോപ്പ് എന്തായിരിക്കും, ടെർമിനൽ കൗണ്ട് സ്റ്റോപ്പ് എന്തായിരിക്കും ചെയ്യുന്നത്. ടെർമിനൽ കൗണ്ട് നമുക്ക് 0 ആകുമ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇത് DMA ട്രാൻസ്ഫർ എന്ത് ചെയ്യണം, നിൽക്കും. ഓക്കെ. അത് വർക്ക് ചെയ്യിക്കുന്ന സെറ്റ് ഓർ റീസെറ്റ് ചെയ്യുന്ന ബിറ്റാണ് B6. ഓക്കെ.
എനേബിൾ എക്സ്റ്റൻഡഡ് റൈറ്റ് ആണ് D5. എക്സ്റ്റൻഡഡ് റൈറ്റ് എന്ന് പറഞ്ഞത് സ്ലോവർ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ വരുന്നതാണ് എക്സ്റ്റൻഡഡ് റൈറ്റ്. നമുക്ക് ചിലപ്പോൾ DMA സൈക്കിൾസ് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും ആ ടൈമിൽ. ഓക്കെ. ദെൻ B4 എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റിംഗ് പ്രയോറിറ്റി. റൊട്ടേറ്റിംഗ് പ്രയോറിറ്റി എന്താണെന്ന് പറഞ്ഞുതരാം. അതാണ്ട് ഫിഗർ നോക്കിയാൽ മതി. ഇപ്പം ചാനൽ 0 ആയിരിക്കും പ്രയോറിറ്റി കൂടുതൽ. ഓക്കെ. റൊട്ടേറ്റിംഗ് പ്രയോറിറ്റി ഓൺ ആണെങ്കിൽ അടുത്ത സൈക്കിളിൽ എത്തുമ്പം ആർക്കാവും, ചാനൽ 1 ആയിരിക്കും പ്രയോറിറ്റി. അടുത്ത സൈക്കിൾ ചാനൽ 2 പ്രയോറിറ്റി. അങ്ങനെ അങ്ങനെ റൊട്ടേറ്റിംഗ് മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ബിറ്റ് വർക്ക് സെറ്റ് ചെയ്യുന്നത്, B4 സെറ്റ് ചെയ്യുന്നത്. ഇതാണ് മോഡ് സെറ്റ് രജിസ്റ്ററിന്റെ ഓരോ ബിറ്റിന്റെയും വർക്കിംഗ്. ഓക്കെ. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. നോട്ട്സ് ജസ്റ്റ് നോക്കിയിരുന്നാൽ മതി. ഓക്കെ. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. സ്റ്റാറ്റസ് രജിസ്റ്ററിന്റെ കണ്ടന്റ് കാണിച്ചു തരാം. സ്റ്റാറ്റസ് രജിസ്റ്ററിലും ഈ 3 വാല്യൂസ് 0 ആണ്. B4 എന്തിനാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അപ്ഡേറ്റ് ഫ്ലാഗ് എന്തിനാന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഓട്ടോ ലോഡ് ഓപ്ഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് എന്ത് വർക്ക് ചെയ്യേണ്ടത്, ഈ അപ്ഡേറ്റ് ബിറ്റും അപ്ഡേറ്റ് ഫ്ലാഗ് ബിറ്റും സെറ്റ് ചെയ്തേക്കുന്നത്. ബാക്കി 4 ബിറ്റുകൾ എളുപ്പമാണ്. ടെർമിനൽ കൗണ്ട് സ്റ്റാറ്റസ് ഓഫ് ചാനൽ 0, ടെർമിനൽ കൗണ്ട് സ്റ്റാറ്റസ് ഓഫ് ചാനൽ 1 ആൻഡ് സോ ഓൺ. ഓക്കെ. ഇത്രയുമാണ് നമ്മുടെ DMA മോഡ് സെറ്റ് രജിസ്റ്ററും നമ്മുടെ സ്റ്റാറ്റസ് രജിസ്റ്റർ. ഓക്കെ. ദെൻ അതിനകത്തുള്ള ഓരോ പിൻസിനെ പറ്റിയൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് എളുപ്പമുണ്ട്. ഇത്രയൊന്നും മെൻഷൻ ചെയ്യണമെന്നില്ല. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇത്രയും, അതായത് പിൻ ഡയഗ്രത്തിന്റെ എക്സ്പ്ലനേഷൻസ് ആണ് ഇതെല്ലാം. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും സാധാരണ വരത്തില്ല. നമ്മുടെ ആർക്കിടെക്ചർ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ നമ്പറുള്ള പോർഷൻസ് മാർക്ക് ചെയ്താൽ മതി. ഈ 2 രജിസ്റ്ററുകൂടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കിടെക്ചർ തീരും. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു പാർട്ട് എയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മോഡ്സ് ഓഫ് DMA ട്രാൻസ്ഫർ. ഏതൊക്കെ മോഡിലാണ് DMA ട്രാൻസ്ഫർ ഉള്ളത് എന്നുള്ള കാര്യം ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. എളുപ്പമാണ്. 4 ഹെഡിങ്ങുകൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. സിംഗിൾ ബൈറ്റ് ട്രാൻസ്ഫർ മോഡ് ഓർ സൈക്കിൾ സ്റ്റീലിംഗ്, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ. ഇതിൽ ചെയ്യുന്ന ഇതാണ്. വൺസ് ദ DMA becomes the bus master, the DMA controller becomes the bus master, it will transfer only 1 byte and return the bus back to microprocessor. DMA കൺട്രോളറിന് ആ ബസ് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ ബൈറ്റ് മാത്രം എന്ത് ചെയ്യും, ഒരു 1 ബൈറ്റ് മാത്രം എന്ത് ചെയ്യും, അത് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ അതിന്റെ കൺട്രോൾ ആർക്ക് തന്നെ തിരിച്ചു കൊടുക്കും, മൈക്രോപ്രൊസസറിന് തിരിച്ചു കൊടുക്കും. ഓക്കെ. As soon as the microprocessor performs 1 byte cycle, DMA controller will once again take the bus back from the microprocessor. ഇതിന്റെ മൈക്രോപ്രൊസസർ 1 ബൈറ്റ് ബസ് സൈക്കിൾ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എഗെയിൻ എന്ത് ചെയ്യും, ഇത് തിരിച്ച് ആ കൺട്രോൾ എടുത്തിട്ട് ബാക്കി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും, വീണ്ടും പെർഫോം ചെയ്യും, വീണ്ടും 1 ബൈറ്റ് പെർഫോം ചെയ്യും, എഗെയിൻ അത് എന്തിനു തിരിച്ചു കൊടുക്കും, മൈക്രോപ്രൊസസറിന് തിരിച്ചു കൊടുക്കും. അങ്ങനെ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 1 ബൈറ്റ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺട്രോൾ തിരിച്ചാർക്ക് കൊടുക്കും, മൈക്രോപ്രൊസസറിന് കൊടുക്കും. മൈക്രോപ്രൊസസർ ഒരു 1 ബൈറ്റ് സൈക്കിൾ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, തിരിച്ചെടുക്കത്തുള്ളൂ. ഓക്കെ. അങ്ങനെ വർക്ക് ചെയ്യുന്ന മോഡാണ് സിംഗിൾ ബൈറ്റ് ട്രാൻസ്ഫർ മോഡ് ഓർ സൈക്കിൾ സ്റ്റീലിംഗ് മോഡ്. ഓക്കെ. സെക്കൻഡ് മോഡ് ബ്ലോക്ക് ട്രാൻസ്ഫർ മോഡാണ്. ഇൻ ദിസ് മോഡ് DMA controller is programmed to transfer all the bytes in one complete DMA operation. എല്ലാ ഡാറ്റ ട്രാൻസ്ഫറും ഒരൊറ്റ ഓപ്പറേഷനകത്ത് എന്ത് ചെയ്യും, അത് പെർഫോം ചെയ്യും. അതായത് കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡാറ്റ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മൈക്രോ പ്രോസസറിന് കൺട്രോൾ തിരിച്ചു കൊടുക്കത്തുള്ളൂ. ഇതാണ് എന്ത്, ബ്ലോക്ക് ട്രാൻസ്ഫർ മോഡ്. മറ്റേത് ഓരോ ബൈറ്റിലും എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കുമായിരുന്നു. ഇത് ആ ബ്ലോക്ക് ഓഫ് ഡാറ്റ മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കൺട്രോൾ തിരിച്ചു കൊടുക്കത്തുള്ളൂ. ഇനി ഡിമാൻഡ് ട്രാൻസ്ഫർ മോഡ് ഉണ്ട്. ഡിമാൻഡ് ട്രാൻസ്ഫർ മോഡ് വെരി സിമിലർ ടു ബ്ലോക്ക് ട്രാൻസ്ഫർ എക്സെപ്റ്റ് ദാറ്റ് DMA റിക്വസ്റ്റ് മസ്റ്റ് ആക്റ്റീവ് ത്രൂ ഔട്ട് ദി DMA ഓപ്പറേഷൻ. DMA റിക്വസ്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ ഫുൾ ടൈം എന്തായിരിക്കും, ആക്റ്റീവ് ആയിരിക്കും ആ DMA ഓപ്പറേഷൻ സമയത്ത്. ഇഫ് ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ DMA request goes low, the DMA operation is stopped and the buses are returned to microprocessor. In meantime, the microprocessor can continue with its own operations. One DMA request goes high again, and DMA operation continues from where it has stopped. സംഭവം ഇത്രയേ ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് ബ്ലോക്ക് ട്രാൻസ്ഫർ പോലെ തന്നെ ആണെങ്കിലും എത്ര നേരം DMA ട്രാൻസ്ഫർ പെർഫോം ചെയ്യണോ അത്രയും സമയത്ത് DMA റിക്വസ്റ്റ് എന്തായിരിക്കും, ആക്റ്റീവ് ആയിട്ടിരിക്കും, ആ സിഗ്നൽ ഓൺ ആയിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് നമുക്കൊന്ന് പോസ് ചെയ്യണം, സർക്കാരത്തേക്ക് ഒന്ന് നിർത്തണം. അന്നേരം എന്ത് ചെയ്യും, അത് DMA റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സിഗ്നൽ ഒന്ന് ഇനാക്റ്റീവ് ആവും. ആ ഇനാക്റ്റീവ് ആയിരിക്കാൻ അത്രയും നേരം
നമ്മുടെ മൈക്രോ പ്രൊസസറിന് എന്ത് ചെയ്യും, അതിൻ്റെതായ ഡ്യൂട്ടീസ്, അതായത് ആ ബസ്സിന്റെ ഫുൾ കൺട്രോൾ ആർക്കെടുക്കാം, മൈക്രോ പ്രൊസസറിന് എടുക്കാം. തിരിച്ച് DMA റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സിഗ്നൽ ഓൺ ആവുമ്പം അതിനെന്ത് ചെയ്യാം, നമുക്ക് മൈക്രോ കൺട്രോൾ നമ്മുടെ DMA കൺട്രോളറിന് ബാക്കി ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് ഡിമാൻഡ് ഉള്ളപ്പോൾ മാത്രം എന്ത് ചെയ്യാം, DMA ട്രാൻസ്ഫർ നടത്തും. അതില്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, തിരിച്ച് കൺട്രോൾ ആർക്ക് കൊടുക്കും, മൈക്രോ പ്രൊസസറിന് കൊടുക്കും. എഗെയിൻ ഒരു ട്രാൻസ്ഫർ വേണമെങ്കിൽ അത് എടുക്കും, മൈക്രോ കൺട്രോളർ അതിന്റെ കൺട്രോൾ എടുക്കും. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ഡിമാൻഡ് ട്രാൻസ്ഫർ മോഡ്. ഓക്കെ, ഇനി കാസ്കേഡ് ട്രാൻസ്ഫർ മോഡ്. കാസ്കേഡ് ട്രാൻസ്ഫർ മോഡ് എന്ന് പറയുന്നത്, ഇൻ ദിസ് മോഡ് മോർ ദാൻ വൺ DMA controller are cascaded together. It is used to increase the number of devices interfaced to microprocessor. Here we have one master DMA controller to which one or more slave DMA controller are connected. മനസ്സിലായല്ലോ? ആ കാസ്കേഡ് ചെയ്തായിരിക്കും യൂസ് ചെയ്യുന്നത്. DMA കൺട്രോളേഴ്സ് കാസ്കേഡ് ചെയ്ത് യൂസ് ചെയ്യും. അത് എന്തിനായിരിക്കും, മോർ ദാൻ, ഇപ്പൊ നമുക്ക് 4 ഡിവൈസ് അല്ലേ ഇപ്പൊ 857 അറ്റ് എ ടൈം കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ കാസ്കേഡ് ചെയ്യാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്രത്തോളം ഡിവൈസസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കാസ്കേഡ് ട്രാൻസ്ഫർ മോഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരെണ്ണം മാസ്റ്റർ മോഡായിട്ടും മാസ്റ്റർ DMA കൺട്രോളറായിട്ടും ബാക്കിയുള്ളത് സ്ലേവ് DMA കൺട്രോൾസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 ഹെഡിങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.